ശുചീകരണ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മഴക്കാലത്ത് സ്വീകരിക്കേണ്ട ശുചീകരണ പ്രവർത്തനങ്ങളും ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ആശാ വർക്കർമാർക്കുള്ള ശുചീകരണ ബോധവൽക്കരണത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ.പി. ശ്രീജയൻ നിർവഹിച്ചു. ഹെൽത്ത് സൂപ്പർവൈസർ വിനോദ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനീഷ് അധ്യക്ഷത വഹിച്ചു. ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് ശോഭ നന്ദിയും പറഞ്ഞു. അതേപോലെ തന്നെ ചുറ്റുപാടുകളെല്ലാം വൃത്തിയാക്കുകയും അതങ്ങനെ വൃത്തിയാക്കിയതിന് ശേഷം കൊതുക് വളരുന്ന സാഹചര്യം ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മുടെ പ്രവർത്തനം നമ്മൾ ചെയ്യേണ്ടത്. നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ PSCയിൽ നമ്മൾ ഇന്നത്തേക്ക് മാറ്റി വെച്ചു. നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ഇന്നത്തേക്ക് മാറ്റി വെച്ചതാണ്. നമ്മളെല്ലാം വൃത്തിയാക്കുകയും എല്ലാം ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെച്ച ദിവസമായിരുന്നു. പക്ഷേ ഇന്ന് എന്തോ നമ്മുടെ കഷ്ടകാലമാണോ എന്നറിയില്ല, ഇന്ന് പൂർണ്ണമായിട്ടും മഴ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഉദ്ഘാടന ചടങ്ങ് നമ്മൾ ഇവിടെ വെച്ച് നടത്തുന്നത്. അപ്പം ഇവിടെ എത്തി നടത്തിയാലും നമ്മൾ ചെയ്യേണ്ട കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്. അത് പിന്നീട് നമ്മളത് ചെയ്യണം. മഴ പോയിട്ട് ചെയ്താലും കുഴപ്പമില്ല, ഇനി മഴയത്തെ കുഴപ്പമിട്ട് ചെയ്താലും കുഴപ്പമില്ല. എന്തായാലും പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തണം. അത് നടത്തിയാൽ മാത്രമാണ് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ എല്ലാ ഭാഗത്തും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് യഥാസമയം ഒഴിച്ചുകൊണ്ട് കൊതുകിൻ്റെ പ്രധാന സ്ഥലം ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വർഷങ്ങളായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇതാണ്. മഴക്കാലം വരുന്നതോടുകൂടിയിട്ട് നമുക്ക് കൊതുകുജന്യ രോഗങ്ങളുടെ ഒരു പ്രഭാവം കുറച്ച് കൂടുതലായിട്ട് മഴക്കാലത്താണ് കണ്ടുവരുന്നത്. അതെന്ന് വെച്ചാൽ മഴ സമയത്താണ് പലപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വെള്ളം കെട്ടിക്കിടക്കുന്ന സ്രോതസ്സുകളിലൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത്. അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ചുറ്റുവട്ടത്തിൽ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും അങ്ങനത്തെ ഉറവിടങ്ങൾ നശിപ്പിക്കുകയും നമ്മുടെ പരിസരത്ത് നമ്മളും മൂലം മറ്റുള്ളവർക്ക് അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കുക ഇത്രയെങ്കിലും നമ്മൾ ചെയ്യാമെന്നുള്ള ഒരു പ്രതിജ്ഞ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തും അതേപോലെ തന്നെ നമ്മുടെ പരിസരങ്ങളും വൃത്തിയാക്കുന്നതോടുകൂടി നമ്മുടെ കേരളത്തിൽ തന്നെ അസുഖങ്ങൾ ഏകദേശം ഒരു 3/4 കുറയ്ക്കാൻ പറ്റും. നമ്മൾ മെയിൻ ഉദ്ദേശം അത് തന്നെയാണ്. നമ്മൾ നമ്മുടെ ഭാഗം ഓരോരുത്തരും അവരവരുടെ കടമ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മറ്റുള്ളവർക്കും നമുക്കും വരുന്ന അസുഖങ്ങൾ കുറയ്ക്കാൻ പറ്റും. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കേരളം ഒട്ടാകെ ഒരേ സമയത്തും അത് തുടർച്ചയായിട്ട് ഒരു ദിവസത്തെ പ്രോഗ്രാം മാത്രമല്ല, എല്ലാ ആഴ്ചയും തുടർന്ന് ചെയ്യണം. അറിയാലോ, മഴ വരുന്നതോറും നമ്മൾ ചിലപ്പോൾ ചിരട്ടകളും മറ്റുള്ളതൊക്കെ കമഴ്ത്തി കെട്ടി കഴിഞ്ഞാലും ഒരു കാറ്റ് വരുന്നതോട് കൂടിയിട്ട് അതൊക്കെ തിരിഞ്ഞ് കിടക്കും. വീണ്ടും നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മൾ ചെന്ന് നോക്കുമ്പോൾ വീണ്ടും അതിനകത്തോളം കൊതുക് കൂത്താടിയൊക്കെ മുട്ടയിട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് എല്ലാ ആഴ്ചയും നമ്മളത് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈക്കിള് കൊതുകിൻ്റെ ഒരു സൈക്കിള് കൊതുക് മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് ഇതാവാനായിട്ട് ഒരാഴ്ച സമയമെടുക്കും അല്ലേ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ മറിച്ച് കളയുകയാണെന്നുണ്ടെങ്കിൽ ആ കൊതുകുകളായിട്ട് രൂപാന്തരപ്പെടില്ല. അപ്പോൾ കൊതുകിൽ നിന്നുള്ള രക്ഷ മെയിനായിട്ട് നമുക്കറിയാം. നമ്മുടെ ഡെങ്കൊക്കെ വന്ന് നല്ല ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് പഴയ ആശുമാർക്കൊക്കെ അറിയാം. കുറേ കഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊന്നും ഈ പ്രാവശ്യം വന്നിട്ടുള്ള അലർട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സീസണൽ മാത്രമായിട്ടല്ല, തുടർച്ചയായിട്ട് വരേണ്ട ഒരു ഇതുണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് കൂടുതൽ നമ്മൾ ശ്രദ്ധ ചെലുത്താൻ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നമുക്ക് കുറേ അധികം അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ നമ്മൾ ശ്രദ്ധിക്കാം. മറ്റുള്ള PSCകളിൽ നിന്നും ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിലും പോയിട്ട് ഇതേ കാര്യങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആശുപത്രി പബ്ലിക് ഹെൽത്ത് ആയതുകൊണ്ട് ഈ രോഗങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ചീത്തയാക്കാൻ നമുക്കാണ് അല്ലേ. നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളൊരു ചീത്തയാണ് നമുക്ക് എപ്പോഴും കേൾക്കാം. അപ്പോൾ ആ ഒരു ഇതിൻ്റെ പ്രകാരം നമുക്ക് നേരത്തെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി നമുക്ക് ഒരുപാട് കുറയ്ക്കാം. ഡെങ്കുവിൻ്റെ വന്നു കഴിഞ്ഞാലുള്ളത് അറിയാമല്ലോ, ഫോഗിങ് സ്പ്രേയിങ് 2 റൗണ്ടിലേക്ക് നമുക്ക് സർവേ നടത്താം. ഒക്കെ ഭയങ്കര കഷ്ടപ്പാടാണ്. അതൊന്നും വേണ്ട. നേരത്തെ തന്നെ എല്ലാ ജനങ്ങളും ഇടയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങളുടെ പരിസരങ്ങളിലും ചുറ്റുവട്ടത്തിൽ നിങ്ങൾ കാണുന്നു. അപ്പം പലപ്പോഴും നമ്മൾ അപ്പുറത്തെ വീട്ടിലൊക്കെ സംസാരിക്കാനൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാരണവശാലും വേറെ സ്ഥലത്ത് പോകുമ്പോഴൊക്കെ അവിടെ പരിസരങ്ങളിലും കൂടി ഒന്ന് വൃത്തിയാണോ എന്നുള്ളത് ശ്രദ്ധിക്കാം. അത് ചെയ്യാൻ പറയും. പലപ്പോഴും അവർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവരുടെ അടുത്ത് അത് പറഞ്ഞ് അത് ചെയ്യിപ്പിക്കാം. അത് ചെയ്താൽ തന്നെ നമ്മളുടെ പകുതി ജോലിഭാരം കുറയും, അസുഖങ്ങൾ കുറയും. നമുക്ക് മഴക്കാലം വലിയ കേടുപാട് കൂടാതെ രക്ഷപ്പെട്ടു പോകും. മറ്റുള്ള അസുഖങ്ങൾ വരുന്നത് നമുക്കൊന്നും ചെയ്യാൻ
അതിന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ശുചിത്വം പാലിക്കേണ്ടതുണ്ട്. നമ്മൾ വരുമ്പോൾ തുമ്മൽ ചുമയ്ക്കുമ്പോഴും തുമ്മൽ വരുമ്പോഴും നമ്മൾ ശുചിത്വം പാലിക്കണം. മറച്ച് കൈ അല്ലെങ്കിൽ മാസ്ക് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള ശുചിത്വങ്ങൾ നമ്മൾ പുറത്തോട്ട് തന്നെ പോകണം. അത് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പറയണം. അല്ലാന്നുണ്ടെങ്കിൽ അടുത്തൊരു ഇത് വരുമ്പോഴായിരിക്കും ബുദ്ധിമുട്ട് വരുമ്പോഴായിരിക്കും ഇത് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രാവശ്യം പോകുമ്പോൾ നമ്മൾ ഇതിന് മാത്രം കേന്ദ്രീകരിച്ച് പോകരുത്. എല്ലാ കാര്യങ്ങളും പറയാം. പക്ഷേ ഇതിന് ഈ സീസണിൽ വരുന്ന ബുദ്ധിമുട്ട് കൂടുതൽ ഇതായതുകൊണ്ട് ഇതിന് കൂടുതൽ ഊന്നി നമ്മൾ മഴക്കാലമാകുമ്പോൾ ഒന്നും കൂടി വരുന്നു മാത്രം. കാരണം മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം എന്നുള്ള പേരിലാണ് നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ മഴ ഇപ്പോൾ ഈ നിലയ്ക്ക് പോകണം ചെറു പ്രളയം തന്നെ വരാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. അത്രയ്ക്ക് മഴയാണ് ഒരു 2 ദിവസമായിട്ട്. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന താഴേക്കിടെയുള്ള ആരോഗ്യ പ്രവർത്തകരാണ് ആശാപ്രവർത്തകർ. പക്ഷേ എങ്ങനെയൊക്കെ ആയാലും നമ്മളൊക്കെ പ്രവർത്തിച്ചാലും ഇപ്പോൾ മഴയാണ് നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ മഴയോ അല്ലെങ്കിൽ വെയിലോ നോക്കി നടത്താൻ പറ്റും. നമ്മൾ എല്ലാ രംഗത്തും അതായത് കാലാവസ്ഥ വ്യതിയാനങ്ങളൊന്നും നോക്കാതെ തന്നെ നമുക്ക് പ്രവർത്തിക്കും. കാരണം കൊതുവൊന്നും കാലാവസ്ഥ നോക്കിയിട്ടല്ലല്ലോ രോഗം പരത്തുന്നത്. അപ്പോൾ അതിലേറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ആശാപ്രവർത്തകരാണ്. അത് തികച്ചും അഭിനന്ദനാർഹമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളിൽ ഒന്നായി ആരോഗ്യരംഗത്ത് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന പങ്ക് ആരോഗ്യ പ്രവർത്തകരാണെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ചെറിയ കാര്യങ്ങളും കൊണ്ട് ചിലപ്പോൾ ഒക്കെ പ്രശ്നങ്ങൾ വരാം. ഇപ്പോൾ ഈ അടുത്ത കുറച്ച് ദിവസം മുമ്പ് പത്രത്തിൽ വന്നിരുന്നു മരുന്ന് മാറിക്കൊടുത്തൊരു വിവാദം. ഏതെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം വരുമ്പോൾ അതിനെ ഊതിപ്പെരുപ്പിച്ച് ചില മാധ്യമങ്ങൾ അത് ആരോഗ്യ പ്രവർത്തകർക്ക് എതിരായിട്ടല്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അതിലൊക്കെ ചില മറ്റു കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാലും ചെറിയ കാര്യങ്ങളെ പെരുപ്പിച്ച് കാണിക്കുക എന്നുള്ളതാണ് ഈ ഒരു രംഗത്ത് നടന്നു വരുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടും ഇതിനെല്ലാം ബുദ്ധിമുട്ടുന്നത് ഈ ആരോഗ്യരംഗത്തുള്ള പ്രവർത്തകരാണെന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇപ്പം മരുന്ന് മാറിക്കൊടുക്കും എന്ന് പറയുന്നത് ഒരു ഫാർമസിസ്റ്റിൽ വന്ന ഒരു ചെറിയ അപാകതയായിരിക്കാം, ചെറിയ കാര്യങ്ങളായിരിക്കും. പക്ഷേ അതുകൊണ്ടൊന്നും നമ്മൾ തളരേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനം ഏത് രംഗത്തായാലും നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള മനസ്സിൽ വിചാരിച്ച് നമ്മൾ കാര്യങ്ങൾക്ക് ഇറങ്ങുക. ആരോഗ്യ പ്രവർത്തന രംഗത്ത് ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന നിങ്ങൾക്ക് അത് ഒന്നുകൂടി ഊർജ്ജിതമായി അത് നടത്താൻ കഴിയട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ സമയത്ത് വേറെ കൂടുതലൊന്നും പറയുന്നില്ല. വിശദമായി തന്നെ ചീഫ് ഡോക്ടർ ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആളുകളെ നമ്മൾ ഈ രോഗത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചുള്ള ആരോഗ്യ രംഗത്തുള്ള നിർദ്ദേശങ്ങളനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രമേ പറഞ്ഞു. നമസ്കാരം. നമ്മളിന്നിവിടെ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒത്തുകൂടിയിരിക്കുന്നത്. ഇതിൽ എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം എന്ന് പറയുന്നത് നന്ദി പറയുക എന്നുള്ളതാണ്. ആദ്യമായി നമ്മുടെ ആശുപത്രിക്കുള്ള എല്ലാ പ്രോഗ്രസ്സും നമുക്ക് താങ്ങും തണലും നമ്മൾക്കുള്ള നമ്മുടെ എന്തൊരു പ്രശ്നവും സശ്രദ്ധം കേട്ട് അതിനൊരു പരിഹാരം പറയുന്ന നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീജൻ സാറിനെ ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഈ യോഗത്തിൽ വന്ന് ഉദ്ഘാടനം ചെയ്തത്. അടുത്തതായി നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ ഡോക്ടർ അജീഷിന് ഈ യോഗത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. അടുത്തത് നമ്മുടെ എച്ച് സാർക്ക് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമുക്ക് കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു തന്ന് നമുക്ക് വഴികാട്ടി നിർത്തുന്ന എച്ച് സാർക്ക്. പിന്നെ ഈ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മുടെ ഈ പ്രോഗ്രാമിന് എന്താ പറയുക, നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം കൊണ്ട് മനോഹരമാക്കിയ നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു.